വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ നവരാത്രി കാലത്ത് കന്യകമാരെ ആരാധിക്കുന്ന ചടങ്ങായ കന്യകാപൂജ അഥവാ കുമാരി പൂജ നടത്തി. പാലക്കാട് കല്ലേപ്പുള്ളി അമ്പലക്കാട്ട് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സൗദാമിനിയുടെ വീട്ടിലാണ് കന്യകാപൂജ നടത്തിയത്. ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ പ്രതിനിധീകരിച്ചാണ് ചടങ്ങ് നടത്തിയത്. നവരാത്രിയുടെ അഷ്ടമി, നവമി ദിവസങ്ങളിൽ നടത്തിപ്പോരുന്ന ചടങ്ങാണിത്. ഇതിലൂടെ പെൺകുട്ടികൾക്ക് സാമൂഹിക അംഗീകാരം നൽകുകയും അവരുടെ നിഷ്കളങ്കത, വിശുദ്ധി തുടങ്ങിയ മൂല്യങ്ങളെ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. പുരുഷ മേധാവിത്വമുള്ള സാമൂഹിക ഘടനയിൽ പെൺകുട്ടികൾക്ക് അർഹമായ സ്ഥാനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പൂജ സംസ്കാരത്തിന്റെ ഭാഗമായത്. ജീവിതത്തിൽ ഭാഗ്യവും സമ്പത്തും സന്തോഷവും ഇതിലൂടെ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നുവെന്ന് പ്രൊഫസർ ഡോക്ടർ സൗദാമിനി പറഞ്ഞു. മഹാഗൗരീനെ പൂജ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് 8 ദിവസത്തെ നവരാത്രി ദുർഗയുടെ 9 ഭാവങ്ങളുള്ള ഇതിനാണ് പൂജ കഴിക്കുന്നത്. ഇന്ന് മഹാദേവിയുടെ അപ്പം നമ്മൾ ഈ 9 കുട്ടികളെ ഇവിടെ ദേവിമാരിയായിട്ട് സങ്കല്പിച്ചിട്ട് നമ്മളിവിടെ ഇരുത്തി അവരുടെ പാതുക കഴുകി അവരുടെ അനുഗ്രഹം മെഡിക്കൽ ചെയ്യണത്. അപ്പോൾ ഈ 9 കുട്ടികളെ കന്നിക്കുട്ടികളാണ്. കന്നിക്കുട്ടികളെ കൊണ്ടുവന്നിട്ട് നമ്മൾ പൂജ കഴിച്ച് അവരുടെ അനുഗ്രഹം നമ്മുടെ ഈ നവദുർഗയുടെ പ്രതീതിയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. വീട്ടിൽ നവരാത്രിയോടനുബന്ധിച്ച് ബൊമ്മക്കുലു ഒരുക്കി ദൈനംദിന പൂജകൾ നടത്തിയതിനു ശേഷമാണ് കന്യാകപൂജ നടത്തിയത്. തുടർന്ന് പ്രസാദ് വിതരണവും നടത്തി.